ഞങ്ങളിന്ന് കോഴിക്കോട് ഒരു ഹൗസ് വാമിങ്ങിനാട്ടോ പോണത്. നമ്മളിന്ന് കോഴിക്കോട് ഒരു ഫ്ലാറ്റിൻ്റെ ഹൗസ് വാമിങ്ങിന് പോവാട്ടോ. ഫ്ലാറ്റിൽ ഹൗസ് വാമിങ് ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആട്ടോ, ഇതുവരെ പോയിട്ടില്ല. അങ്ങനെ ഞങ്ങളവിടെ എത്തി കോഴിക്കോട്. ഇതാണ് ഫ്ലാറ്റ്. ഇതിൽ 4ാമത്തെ നിലയിലാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ മഗ്‌രിബ് ബാങ്ക് കൊടുത്തതിന് ശേഷമാണ് കേട്ടോ കയറുന്നത്. മൗലവിമാരൊക്കെ വന്ന് ദുആർന്ന് ചെറിയൊരു മജ്‌ലിസുന്നൂറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളവിടെ എത്തി. താഴെ ഇങ്ങനെ വെയിറ്റ് ചെയ്യാൻ കേട്ടോ, ബാങ്ക് കൊടുക്കാനും മൗലവിമാരെയൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. മൗലവിമാരെത്തി. അങ്ങനെ ഞങ്ങൾ കയറി പോവാട്ടോ. ലിഫ്റ്റിലാണ് പോണത്. ഇങ്ങനെ അവിടെ എത്തി താക്കോല് തുറന്ന് ഉള്ളിൽ കയറാണ് കേട്ടോ. ഞങ്ങൾ 2 വീട്ടുകാരും ഉണ്ട് കേട്ടോ, അമ്മോൻ്റെ വീട്ടുകാരും അമ്മായിൻ്റെ വീട്ടുകാരും. ഈ ചേച്ചി അമ്മായിൻ്റെ ഫ്ലാറ്റിൽ ജോലിക്കാരിയാണ് കേട്ടോ. വയനാട് ഒരു ഫ്ലാറ്റ് ഉണ്ട് അവർക്ക്. അതിൽ അങ്ങനെ മഗ്‌രിബ് നിസ്കരിച്ച് ദുആ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് നട്സും മധുരമൊക്കെ കഴിച്ചു ആദ്യം. ഇങ്ങനെ ബാൽക്കണിയിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ കുട്ടികൾ കളിക്കണ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ്. മേലെ നിന്ന് താഴെ നോക്കിയാൽ 3 ബെഡ്റൂമാണുള്ളത്. ആ 3 ബെഡ്റൂമിൽ നിന്നും ബാൽക്കണിയിൽ കൂടെ ഇങ്ങനെ നോക്കിയാൽ കോഴിക്കോട് അങ്ങാടി എല്ലാം കാണാം കേട്ടോ. കോഴിക്കോട് ടൗണിക്കൊക്കെ ശരിക്ക് കാണുന്നുണ്ട്. അതായത് കുട്ടികൾ കളിക്കുന്ന പാർക്കാണ്, ചെറിയ കുട്ടികൾ. അങ്ങനെ അവിടെ നിന്നിട്ട് നല്ല കാറ്റൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ കുറച്ച് നേരം അവിടെ ഇങ്ങനെ നിന്ന്. പിന്നെ ഇതാണ് കേട്ടൊരു ബെഡ്റൂം. ശരിക്ക് എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ, ആൾക്കാരുണ്ടായതുകൊണ്ട്. അതിലൊന്നും പോയി അങ്ങനെ ശരിക്കണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പറ്റിയ രീതിക്കൊക്കെ ചെറുതായിട്ടൊക്കെ അങ്ങനെ എടുത്തു കേട്ടോ. ആൾക്കാരെയൊക്കെ കുറച്ചൊക്കെ ഒഴിവാക്കിയിട്ട് അങ്ങനെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ, ഡിസൈനൊക്കെ. അതാണ് ആ ചേച്ചി. ഈ ചേച്ചിയാണ് വയനാട് കൽപ്പറ്റയിലാണ് കേട്ടോ ഫ്ലാറ്റ്. ഇത് സലീമാക്കാൻ്റെ ഭാര്യയാണ്.